വൈകിട്ട് എന്താ പരിപാടി? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബനാന റം ആൻഡ് ഐസ്ക്രീം മിക്സ്ഡ് ഡെസേർട്ട്. നമ്മുടെ സന്യാസി കുട്ടൻ റെഡിയാണ്. ഓൾഡ് മഗ് ആൻഡ് നല്ല പഴുത്ത പഴം, ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇന്നത്തെ. നല്ല പഴുത്ത പഴം നമ്മളെടുത്തിട്ട് ചെറിയ ചെറിയ സ്ലൈസായിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. മാക്സിമം അതിൻ്റെ തിക്നെസ് കുറച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മളിത് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ജാഗറിയാണ്. ജാഗറി ഇൻസ്റ്റെഡ് ഓഫ് ഷുഗർ. കാരണം ജാഗറി ഷുഗറിനേക്കാളും കുറച്ചും കൂടി ഹെൽത്തി ആയതുകൊണ്ടാണ് ജാഗറിയിലേക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം അതിനകത്ത് കുറച്ച് മിനറൽസും അതുപോലെ തന്നെ ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ ഷുഗറിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ബേസിക്കലി ബോത്ത് ഓഫ് സെയിം. പക്ഷെ മാത്രം മതിയേ. നമ്മൾ ചൂടായ നമ്മുടെ പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്തു. ബട്ടറോ അല്ലെങ്കിൽ ഗീ ഉണ്ടെങ്കിൽ ഗീയോ യൂസ് ചെയ്യാം. ഗീ വിൽ ബി എക്സ്ട്രാ ഫൈൻ. സോ നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പഴങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് അതിനൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന രീതിയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഓക്കെ. സോ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് ആൽക്കഹോളിക് പ്രൊമോട്ട് ചെയ്യുന്ന സംഭവം ഒന്നുമല്ല കേട്ടോ. കാരണം ബേസിക്കലി നമ്മൾ ഈ ആൽക്കഹോള് ഒരു ഇത്തിരി വൈഡ് ആംഗിളുള്ള കുക്കിംഗ് ഇതിനകത്ത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആൽക്കഹോൾ കണ്ടൻ്റൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് പോകും. സോ പക്ഷെ അതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ പഴം നമുക്ക് ഒരു നൈസായിട്ട് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറും മൈൻഡ് ആക്കണ്ട, കരിയാണ്ടെടുത്തോ. നമ്മൾ ഒന്നിനിടണതിനകത്ത് ചെറുതായിട്ട് കരിഞ്ഞു. അപ്പോൾ സംഭവം നല്ല രീതിയിൽ ഒന്ന് ഇത് ചെയ്തെടുക്കുക. ബട്ടറിൽ അല്ലെങ്കിൽ നെയ്യിൽ സോക്കിയെടുക്കുക. പഴം റെഡിയാണ്. നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, ശർക്കര, ദെൻ നമ്മുടെ റം, പിന്നെ വാനില ഐസ്ക്രീം. ഓക്കെ. സോ പഴം നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം നമ്മൾ ഫുൾ പീസായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്കൂപ്പ് ചെയ്തെടുക്കാനും സ്പൂണിലെടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു ശർക്കര കൊതിയൻ ചാടി വന്നിടുന്നു. അവന് നമ്മൾ ശർക്കര കൊടുത്ത് നൈസായിട്ട് ഒതുക്കി വിട്ട്, അല്ലെങ്കിൽ ഇവിടെ മൊത്തം അലമ്പാക്കുമെന്നുള്ളതുകൊണ്ട് ശർക്കര കൊടുത്ത് വിട്ടു. പിന്നെ നമ്മൾ ബാക്ക് ടു വർക്ക്. നമ്മളുടെ പഴം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നു. നമ്മളിതിനകത്ത് തേങ്ങ ആഡ് ചെയ്യുമ്പോൾ ടെൻഡർ കോക്കനട്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പഴത്തിനകത്തേക്ക് നമ്മുടെ ശർക്കര ആഡ് ചെയ്തു. ഈ ശർക്കരയും നമ്മളുടെ ഇതനുസരിച്ച് നമുക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ശർക്കര ആഡ് ചെയ്യാം. ഓക്കെ. പറഞ്ഞ പോലെ തന്നെ ശർക്കര പഴം കൂടി ഒന്ന് മിക്സായി നല്ല രീതിയിലൊന്ന് ഒരു ജ്യൂസി സ്ട്രക്ചറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ചിരണ്ടി വെച്ചേക്കുന്ന ഒരു കാമുറി തേങ്ങ. ഓക്കെ. കാമുറി മതി. ഞാൻ പറഞ്ഞ തന്നെ ഇളം തേങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കോക്കനട്ട് പുഡിംഗ് ഒക്കെ പോലെ നമുക്കത് ഫീൽ ചെയ്യും. പഴവും മറ്റേ കരിക്ക് പോലത്തെ തേങ്ങ വരെയാണെന്നുണ്ടെങ്കിൽ. സോ അത് കൂടാണ്ട് നമ്മൾ കുറച്ച് ഏലക്കായും ഷുഗറും ഒരു 2 പെപ്പറും കൂടി ആഡ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കപ്പലണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. കപ്പലണ്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പൂണിനകത്തും നമുക്ക് ഒരു കടി കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ മെയിൻ സാധനമായ സന്യാസി ഓൾഡ് മഗ് റം. ഓക്കെ. അതിന് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു. ഒരു 2-3 സ്പൂൺ അത് മതി. എന്നിട്ട് ഇതൊരു ഫ്യൂ മിനിറ്റ്സ് തണുക്കാൻ വയ്ക്കുക. അതിനകത്തേക്ക് നമ്മുടെ വാനില ഐസ്ക്രീം ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. വേറെ ഫ്ലേവേഴ്സിലേക്കൊന്നും പോകണ്ട. വാനിലയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് വരുന്നത്. അതിനകത്തേക്ക് നമ്മളുടെ പഴത്തിൻ്റെയും മിക്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഒരു ഹണി വേണമെങ്കിൽ ഒന്ന് ഓടിച്ചുവിടാം. നമുക്ക് ഹണി അവൈലബിൾ ആയിരുന്നില്ല, ഹണി വിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഹണിയും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതൊരു സ്കൂപ്പ് എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഓസം. ഓക്കെ.
ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവയൊക്കെ ഒന്ന് ഞെട്ടിക്കാനായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ട് ഐറ്റമാണ്. കാരണം ഹാർഡ്ലി ഒരു 5 മിനിറ്റ്സ് കുക്കിംഗ് ടൈം. ഐസ്ക്രീം റെഡി ആണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ്സ് കുക്കിംഗ് ടൈമിൽ നമുക്ക് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. വാനില ഐസ്ക്രീം വിത്ത് ബനാന, നമ്മുടെ കോക്കനട്ട്, ശർക്കര, ഓൾമോസ്റ്റ് ഏലക്കായും അതുപോലെ തന്നെ കുറച്ച് പെപ്പറും പൊടിച്ച ആ മിക്സാണ് നമ്മൾ ലാസ്റ്റൊന്ന് ആഡ് ചെയ്തത്. അതൊരു വേറെ ലെവൽ ഫീലാണ് നമുക്ക് തന്നെ. സോ ഡെഫിനറ്റായിട്ടും എല്ലാവരും നമ്മൾ ഈ പ്രിപ്പറേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുറച്ച് കപ്പലണ്ടി ആഡ് ചെയ്യണം. അതുകൊണ്ട് നമുക്കൊരു ഓരോ ബൈക്കും ഒരു കടി കിട്ടും. കപ്പലണ്ടിയുടെ ആ ഒരു കഞ്ചീസ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലവ് യു ഓൾ. ബൈ ഫ്രം ഹല ഹബീബ്.